ഒക്കെ വന്നപ്പോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടം വരെ പോകാം? ഒരു മെസ്സേജ് വന്നാൽ കറക്റ്റ് നമ്മൾക്ക് എവിടെ വരെ പോകണം? അത് രണ്ടു കൂട്ടർക്കും വേണ്ടതാണ്. ഒരാൾ ഇച്ചിരി അധികപ്പറ്റ് വന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്തോണം, അല്ലേ? ഇല്ലാതെ കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ വരുന്നില്ലേ? അപ്പൊ ഏത് എക്സ്റ്റെന്റ് വരെ നമുക്ക് പോകാന്നുള്ള മനസ്സിലാക്കി തന്നെ പൊയ്ക്കോണം. അല്ലാതെ പിന്നിരുന്ന് വേറെ എന്തെങ്കിലും കാര്യം അത് പഠിക്കുക തന്നെ വേണം. നമ്മൾ എത്ര വരെ ആരോട് എത്ര വരെ പെരുമാറാം, ഏത് എക്സ്റ്റെന്റ് വരെ പോകാം എന്നുള്ള കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെയൊക്കെ യാത്രക്കിടയിൽ വല്ല പ്രതിസന്ധികളും വന്നാൽ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ ധൈര്യമായിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. മുൻ MLA ശ്രീമതി ഐഷ പോറ്റി ചേച്ചിയുടെ വീട്ടിലാണ്. കൊട്ടാരക്കരയുടെ വികസന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയുമായിരുന്നു കൊട്ടാരക്കരയുടെ MLA ആയിരുന്ന ഐഷ പോറ്റി ചേച്ചി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ചാനൽ, അതായത് മൊബൈൽ ഫോണിലൂടെ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിക്കുന്നതിന് കേരളത്തിലെ സമാരാധ്യന്മാരായ അല്ലെങ്കിൽ ബഹുമാനാർത്ഥരായ പല വ്യക്തികളെ കണ്ട് അവരോടൊപ്പം ഇൻ്റർവ്യൂ ചെയ്തു അവരുടെ അറിവുകൾ ഈ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ചാനലിൻ്റെ പേര് നെല്ലീസ് ഫാമിലി ടോക്ക് എന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ഭാര്യയും ഞാനുമൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ സ്വപ്നത്തിലെ ആ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങൾ കൊട്ടാരക്കരയിലെ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഈ ദേശക്കാർ സ്നേഹിക്കുന്ന ശ്രീമതി ഐഷ പോറ്റി അവരുകളുടെ മുന്നിലാണ്. മാഡത്തിനോട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. മാം നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോ ലൈവായിട്ട് ഞങ്ങൾ എടുക്കുന്നത് മാമിൻ്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങളെല്ലാവരും ഓരോ ചോദ്യങ്ങൾ, ഞങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാമിനെ പോലെ പ്രഗത്ഭയായ ഒരു അഡ്വക്കേറ്റ്, അതോടൊപ്പം തന്നെ 25 വർഷക്കാലം നിസ്വാർത്ഥമായ രാഷ്ട്രീയ സേവനം നടത്തിയ ഒരു വ്യക്തിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എൻ്റെ ഭാര്യ തന്നെ ആദ്യത്തെ ചോദ്യം മാമിനോട് ചോദിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ കൊട്ടാരക്കര, ഞാൻ പത്തനംതിട്ടക്കാരിയാണ്, കൊട്ടാരക്കരയിലേക്ക് എത്തി, കല്യാണം കഴിച്ചെത്തിയാണ്. അപ്പൊ അന്ന നാള് മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഐഷ പോറ്റി MLA. MLA ആയി അങ്ങനെ. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷത്തോടാണ് മാമിനെ കുറിച്ച് കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും, ഞാൻ പലരോട് സംസാരിക്കുമ്പോഴും മാഡത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. കാരണം നമ്മളൊക്കെ നോക്കിക്കാണുന്ന, നമുക്കൊക്കെ ഒരു മാതൃകയായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പൊ എനിക്ക് മാഡത്തോട് ചോദിക്കാനുള്ളത്, സ്ത്രീകളായ ഞങ്ങൾക്ക് മാഡം നൽകാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്താണ്? അതായത് ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മാഡത്തിന് ഞങ്ങൾക്ക് നൽകാവുന്ന ഒരു നല്ല മെസ്സേജ്. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പണ്ട് മുതലേ സ്ത്രീകളായാൽ പിറകോട്ട് മാറ്റി നിർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പം അതൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ് ഒരു ജനപ്രതിനിധിയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ വേറൊരിടത്ത് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വന്നാൽ പോക്കായി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാന്ന് നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് പറ്റാത്തതായിട്ടൊന്നും തന്നെയില്ല. പിന്നെ സ്ത്രീകളാവുമ്പോൾ കുറേ കൂടി, ഇപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പറയാനാണെങ്കിൽ അത് കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നല്ലപോലെ മനസ്സിലാക്കി സമാധാനത്തോടെ കേട്ട് പറ്റാവുന്ന രീതിയിൽ ഇടപെടാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാർക്കും പറ്റുമായിരിക്കാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും പറയാൻ മടിക്കുന്ന, എനിക്ക് എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും വന്നാൽ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ലെങ്കിലും അവരെ ഒന്ന് സമാധാനിപ്പിച്ചു വിടാൻ പറ്റും. പറ്റാവുന്ന ഒരു 80% കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റും. പിന്നെ മറ്റൊന്നുള്ളത്, സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം നേടണം, നല്ല ഇടപെടൽ വേണം, മാതൃകയായിട്ട് സംസാരിക്കാൻ പഠിക്കണം. എല്ലാവരും നല്ല പോലെ വായിച്ച് മനസ്സിലാക്കണം. ഏത് ഫീൽഡിലേക്ക് നമ്മൾ പോയാലും, ഇപ്പോൾ ഒരു പഠിച്ചൊരിടത്തായാലും ഒരു ജനപ്രതിനിധി ആയാലും, ഇതെല്ലാം അനുഭവിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയും. വക്കീലായിട്ട് കുറേ വർഷം പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുവാണ്. അതിൽ കിട്ടിയിട്ടുള്ള അനുഭവം, ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമായിട്ട് 2000 അങ്ങോട്ട് പോയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടിയൊന്നുമില്ല. കാരണം നമുക്കിവിടെ കേസ് വാദിച്ചുള്ള ശീലമുള്ളൂ. ജനങ്ങൾ കുറേ റെപ്രസെൻറ്റേഷനൊക്കെ തരും. അപ്പോൾ എന്താ ചെയ്യാന്ന് തോന്നി. പക്ഷെ കുറച്ചുകൊണ്ട് ഒരു 2-3 മാസം കൊണ്ട് എല്ലാം പിക്കപ്പ് ചെയ്തു.
നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ആരും പറഞ്ഞു തരത്തൊന്നുമില്ല. അതൊന്നും കാണത്തില്ല. നമ്മൾ ഇടിച്ചിടിച്ച് നിൽക്കണം അങ്ങോട്ട്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഏതും സോൾവ് ചെയ്യാൻ ഒരു മനസ്സുകൂടെ അങ്ങോട്ട് ഉണ്ടാക്കണം. എനിക്ക് മക്കളോടും കൂടി പറയാനുള്ളതാണ് കേട്ടോ. ആര് തന്നെയായാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നല്ല മനസ്സോടെ ഒരു ദൃഢനിശ്ചയത്തോടെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ഇടപെട്ടാൽ, പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും നൈസായിട്ട് ഇടപെടാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും പുറകോട്ട് മാറ്റി നിർത്തുന്നത്, അതൊന്നും എനിക്ക് അത്രമാത്രം അന്നൊന്നും നിന്നിട്ടുള്ള സമയത്തൊന്നും. ഞാൻ കുറേ സീനിയറായിട്ട് അഭിഭാഷകയായിട്ട് വന്നുകൊണ്ടും പിന്നെ എല്ലായിടത്തോട്ടും ആണോന്നറിയില്ല, പലരും പിറകോട്ട് മാറ്റപ്പെടും. പിൻസീറ്റ് ഡ്രൈവിംഗ് വേറെ ഉണ്ടാവും എന്നൊക്കെ ഈ പൊതുപ്രവർത്തനത്തിലും ജനപ്രതിനിധിയായാലും ആ ഒരു കാര്യം എനിക്കുണ്ടായിട്ടില്ല. ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് നമുക്ക് കാര്യങ്ങൾ ഒരു കാര്യം പറയാം, സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വീട്ടമ്മയായാലും ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓരോന്നും പ്ലാൻ ചെയ്ത് പക്ഷെ പ്രതികരിക്കേണ്ടിടത്ത് വേണ്ട പോലെ പ്രതികരിക്കാനും കൂടെ പഠിച്ചോണം. എന്തെങ്കിലും പ്രയാസം വന്നാൽ നല്ല വിശ്വാസമുള്ള ഒരാളോട് സംസാരിക്കാനുള്ളൊരു അവസരം കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമായി. നല്ല രീതിയിൽ അങ്ങനെ പോവുകയും ആരോട് എത്ര എക്സ്റ്റെൻറ്റ് വരെ അടുക്കാം അത് പഠിക്കണ്ട. ഈ കാലത്തുള്ള ഒരു വലിയ പ്രശ്നം ഈ പെൺകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ പേര് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അടുത്താൽ കുറെ മെസ്സേജ് അയപ്പൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നപ്പോൾ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടം വരെ പോകാം? ഒരു മെസ്സേജ് വന്നാൽ കറക്റ്റ് നമ്മൾക്ക് എവിടെ വരെ പോകണം? അത് രണ്ടു കൂട്ടർക്കും വേണ്ടതാണ്. ഒരാൾ ഇച്ചിരി അധികപ്പറ്റ് വന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്തോണം, അല്ലേ? ഇല്ലാതെ കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ വരുന്നില്ലേ? അപ്പൊ ഏത് എക്സ്റ്റെന്റ് വരെ നമുക്ക് പോകാന്നുള്ള മനസ്സിലാക്കി തന്നെ പൊയ്ക്കോണം. അല്ലാതെ പിന്നിരുന്ന് വേറെ എന്തെങ്കിലും കാര്യം അത് പഠിക്കുക തന്നെ വേണം. നമ്മൾ എത്ര വരെ ആരോട് എത്ര വരെ പെരുമാറാം, ഏത് എക്സ്റ്റെന്റ് വരെ പോകാമെന്നുള്ള കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെയൊക്കെ യാത്രക്കിടയിൽ വല്ല പ്രതിസന്ധികളും വന്നാൽ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ ധൈര്യമായിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. സ്ത്രീകൾ ധൈര്യമായിട്ട് പ്രതികരിക്കാൻ പഠിച്ചാൽ നല്ലൊരു ശതമാനം പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. മോളോടും കൂടി പറയുക, ഇതെല്ലാം പറയുകയുള്ളൂ. നമ്മളൊന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു പ്രയാസം വന്നോ അന്നേരം ചിലപ്പോൾ നമുക്ക് പറയാനൊന്നും പറ്റി, നമുക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാളോട് തുറന്നങ്ങ് പറയണം. എന്നിട്ടൊരു അഡ്വൈസ് എടുക്കണം. കണിശമായിട്ടും പ്രതികരിച്ചു പോകണം. നമ്മൾ എന്തെങ്കിലും പറ്റിക്കുകയോ അല്ലെങ്കിൽ എന്തെല്ലാം പറയാം, പലപ്പോഴും ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേ ആരെയും ചാടിക്കേറി വന്നാൽ നമ്മൾ അപ്പം തന്നെ കേസ് കൊടുക്കുക എന്നുള്ള ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ രണ്ടുപേരും തമ്മിലും വലിയ സൗഹൃദമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ കൂടി രണ്ടു കൂട്ടർ ശ്രദ്ധിക്കണം. രണ്ടു കൂട്ടരും കറക്റ്റ് അത് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം മനസ്സിലാക്കി നന്നായി പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പൊതുവിജ്ഞാനം ഉണ്ടാക്കുകയും പത്രം വായിക്കുകയും ന്യൂസ് വായിക്കുകയും ന്യൂസ് പലത് കാണുകയും അതിൻ്റെ ചെറിയ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആൾക്കാരുടെ നമ്മളോടുള്ള അപ്രോച്ച്, നമ്മളോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ അപ്രോച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ കുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. സ്ത്രീകളും പഠിച്ചിരിക്കണം, എല്ലാവരും പഠിച്ചിരിക്കണം. പുരുഷന്മാരായാലും സ്ത്രീകൾ. ഞാൻ രണ്ടുപേരോടും ഒരേപോലെ, ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരും ഒരേപോലെ വളർത്തിയതാ, മോളായാലും മോനായാലും. മോളെന്നോ മോനെന്നോ വ്യത്യാസമൊന്നുമില്ല. കുട്ടികളെ അത് തന്നെ പഠിപ്പിക്കണം. വലുതായി വരുമ്പോഴും അതനുസരിച്ച് വളർന്നു വരണം. അങ്ങനെ വന്നാൽ എത്ര പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഏത് മോശ കാര്യങ്ങളൊന്നും കൂടി വരത്തില്ല. വരാതിരിക്കാൻ തന്നെ നമുക്ക് ഇൻ കേസ് അബദ്ധം പറ്റിപ്പോയി എന്ന് വന്നാൽ തീർച്ചയായിട്ടും നല്ലോണം പ്രതികരിക്കാൻ പഠിച്ചോണം, വിടരുത്. അതിന് ധൈര്യം ഉണ്ടാക്കണം എല്ലാവരും. അങ്ങനെയൊക്കെ ആയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ജെൻ ആൽഫയിൽ പെടുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ ജെൻ ഇസഡ്, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന കുറെ കാലഘട്ടങ്ങളുണ്ട്. അപ്പം ഞാൻ ജെൻ ആൽഫയിലാണ് പെടുന്നത്. അപ്പം ഇക്കാലഘട്ടത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ, മുന്നോട്ട് വരാൻ ഒരു മടിപ്പുണ്ട്. അപ്പം മേഡത്തിന് അതിനെന്താണ് പറയാനുള്ളത്, ഒരു അഡ്വൈസ്? ഒരു പ്രശ്നം എന്താണെന്നറിയോ മോളെ, ഈ കാലഘട്ടം, ഇപ്പൊ മോള് ചോദിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വല്ലാതെ മടുത്തു പോകും ചിലപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ ഇതൊന്നും വേണ്ടാന്ന് തോന്നിപ്പോ അതിനെ മാറ്റിയെടുക്കാൻ ഒരു സംശുദ്ധീകരണം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നടത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ നല്ല അച്ചടക്കവും ചിട്ടയായ പെരുമാറ്റവും
എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും തീർച്ചയായിട്ടും ഒരു ക്ലാസ് കൊടുക്കണം. ചുമ്മാതെ ഈ നൂറ്റാണ്ട് പഴക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ലീഡേഴ്സ് അവരുടെ ഒരു അജണ്ടയായിട്ട് വെക്കണം, അഴിച്ചുപണി വേണം. അഴിച്ചു പണിയണം. കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെയ്യാതെ വരികയും ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഇഷ്ടമില്ലാന്ന്. അപ്പോ രാഷ്ട്രീയം നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഒരു മരണമൊക്കെ വരുവുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞാലും അതിനെ നല്ല ഗെയിം ആക്കാൻ നമുക്ക് പറ്റും. അതിന് രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും വിചാരിക്കണം. മോശപ്പെട്ട രീതി കാണിച്ചാൽ കണ്ണടച്ചുകൊണ്ട് നടപടി എടുക്കുന്നതിന് ബോധ്യപ്പെടണം. ചുമ്മാ പറഞ്ഞേണ്ട കാര്യമില്ല, ബോധ്യപ്പെടണം. അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ പോകുന്നെങ്കിൽ അപ്പം അതിന് വേണ്ട നടപടി എടുക്കണം. ഏത് രാഷ്ട്രീയ ആയാലും ആണായാലും പെണ്ണായാലും ആര് തന്നെയായാലും ആ രീതിയിൽ ഒരു മാറ്റം വന്നാൽ കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യം വരും. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ല ഒരു പയ്യൻ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം മാറിയ കാലഘട്ടമാണ്, ജെൻ ആൽഫയുടെ കാലഘട്ടമാണ്, അല്ലെ ജെൻസിയുടെ കാലഘട്ടമാണ്. അപ്പൊ കുട്ടികളുടെ എല്ലാം എന്തോ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, ഈ കൊറോണയോട് അനുബന്ധിച്ച് വന്നതാണ്. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കുട്ടികളിലും ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ഈ കുട്ടികളോട് ഇത് ഇങ്ങനെ ഒരു പ്രശ്നത്തെ പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ ഇവരോട് ഇടപെടണമെന്ന് ടീച്ചേഴ്സിനും അറിയുന്നില്ല. ഇതെങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയുന്നില്ല. അപ്പൊ ഇവിടെ പ്രശ്നം ആർക്കാണ് ഇതിൽ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്നാണ്. കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും വന്നിരിക്കുന്നത്. രാഷ്ട്രീയവും മാറി, കാലഘട്ടത്തിനനുസരിച്ച് മാറി. പക്ഷെ പഴയ ചിന്താഗതിയോടുകൂടിയുള്ള രാഷ്ട്രീയക്കാരാണ് ഈ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ രാഷ്ട്രീയത്തോട് താല്പര്യം ഇല്ലാത്തതെന്നാണ് നമ്മുടെ ഈ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. നൂറ്റാണ്ട് മുമ്പ് പണ്ടത്തെ കാലത്തെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഇരിക്കേണ്ടത്. കാലം മാറി, കുറെ കൂടി വളരെ സോഷ്യലായി, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പഠിച്ചു. പെൺകുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോയി, നല്ല എല്ലാ തലത്തിലും എത്തിത്തുടങ്ങി. സ്പേസിൽ വരെ സുനിത വില്യംസ് ഒക്കെ പോയി എത്ര നാൾ ഇരുന്നോടെ, അങ്ങനെയെല്ലാം പോയി. അതൊക്കെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, എക്സെപ്ഷണൽ കേസുകളാണ്. എങ്ങനെയൊക്കെ ആയാലും വീടുകളിൽ നിന്ന് തുടങ്ങണം, രാഷ്ട്രീയത്തിലേക്കും വരണം. ഏത് സമൂഹത്തിലും നല്ല മാറ്റങ്ങളുണ്ട്. ആ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് തന്നെ. എനിക്കൊരു കാര്യം ചോദിച്ചോട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് റിസർവ് ചെയ്യും. പക്ഷെ നിയമസഭകളിലും ലോകസഭകളിലും, അതായത് നിയമം നിർമ്മിക്കപ്പെടേണ്ട സ്ഥലത്ത് അവർ തഴയപ്പെടുമ്പോൾ നാം പോലും ഒരു വാക്ക് അതിനെതിരെ ഉച്ചരിച്ച് ഞാൻ കേട്ടു. എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളവരടുത്ത്. വെറുതെ നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ. 50% തന്നെ വരണം എന്ന് പറയുന്ന ആള് തന്നെയാണ് ഞാൻ, എല്ലാ സ്ത്രീകളും. കാരണം ജനസംഖ്യയെ പോലും 50%-ലധികം വരും. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ, ഈ കുറേ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു പ്രശ്നത്തിൽ സ്ത്രീകൾ തന്നെ കുറെ കൂടി സ്മാർട്ടായിട്ട് വരാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഞാൻ മനുഷ്യനോട് മിണ്ടാതിരുന്ന ആളാണ്. എനിക്കൊരു സ്പേസ് വന്ന് ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്തു, അത് ഉപയോഗപ്പെടുത്തി. അപ്പം നാച്ചുറലി നമ്മളങ്ങ് എക്സ്പോസ്ഡ് ആയി. മറ്റു വലിയ പ്രയാസമായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. വളരെ റെസ്ട്രിക്ഷനിൽ വളർന്നിട്ട് ആ ഒരു ചട്ടക്കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 4 പേരെ കണ്ടാൽ പേടിയായിരുന്നു. എനിക്ക് ഇങ്ങനെ ആകാമെങ്കിൽ ഈ മക്കളൊക്കെ എവിടെ എത്തും എന്നറിയാവോ? ഇങ്ങനൊന്നും അല്ല ഞാനാവേണ്ടത്, ഇതിനേക്കാൾ ഉയരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറ്റുമായിരുന്നു. അതില് സ്ത്രീകൾ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ അഴിമതി കുറയാൻ സാധ്യത. കാരണം അമ്മമാരെന്നുള്ള കൺസെപ്റ്റില് അവർ കുറെ ഇതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിലൊക്കെ അറുതി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് നല്ല രീതിയിൽ വരണം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല മനസ്സോടി വരണം, നല്ല ചിന്ത കൂടി വരണം, നല്ല ദീർഘവീക്ഷണം ഉണ്ടാകണം, ടൈമിനെ പറ്റിയുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയത്തിലായിട്ടും വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സ് വരണം. പിന്നെ നമ്മൾ ഇടപെടുമ്പോൾ മനുഷ്യനോടാണ് ഇടപെടുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം വരുന്നത്. അതിന് തയ്യാറുള്ളവർ ഇതിന് ഇറങ്ങാവുള്ളൂ. തയ്യാറാക്കാനുള്ള ചുമതല ഈ സമൂഹത്തിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെ കൊണ്ടുവരണം ഇങ്ങോട്ട്. നല്ല രീതിയിൽ പൊതുസമൂഹത്തെ എങ്ങനെ ഡീൽ ചെയ്യണം. പിന്നെ ഇപ്പോ പറഞ്ഞില്ലേ എന്നോട്, എന്തായിരുന്നു വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് കുട്ടികളെ ഒന്നും വേർതിരിച്ച് കാണാതെ തന്നെ പറയാം. രാഷ്ട്രീയത്തെ പറ്റി ഒരു ബോധം, അതുപോലെ ഈ മൊബൈല് കണ്ടമാനം ഉപയോഗിക്കുന്നതിൽ നമ്മൾ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കണം. കുട്ടികളോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കോവിഡ് സാഹചര്യത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞ് ഞാനിതൊക്കെ
എൻ്റെ മക്കളോടും കുഞ്ഞുമക്കളോടും പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവരെ അത് കൺവിൻസ് ചെയ്യിച്ച് പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ വരത്തില്ല. ഏത് നമ്മൾ കാണണം, ഏത് കാണണ്ട. അതുപോലെ ഈ മൊബൈലിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അത് വലിയ തോതിൽ വഴിതെറ്റുന്ന കാര്യം ആത്മഹത്യയിലേക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞു. ചിലത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ചില അത് നെറ്റിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയൊക്കെ മാറ്റിയിട്ടാൽ കുറേ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ഒരു ഗൈഡൻസ് വേണം. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഞാൻ ഇന്ന് തന്നെ ന്യൂസിലൊരു കാര്യം പറഞ്ഞു, എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരാളെ പുറത്താക്കി, എന്തൊരു മോശം. ഞാൻ ആലോചിച്ചൊരു കൗൺസിലർ ആയിരിക്കുന്നയാൾ എങ്ങനെയല്ലോ മാല പൊട്ടിച്ചുകൊണ്ട് പോണേ. സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറം ആരോ ആയിക്കോട്ടെ. അപ്പൊ ആ രീതിയിലേക്ക് അപജയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരിടത്തും കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, സമൂഹത്തിൽ വരണം, പഠിക്കുന്നിടത്ത് വരണം, രാഷ്ട്രീയത്തിൽ മസ്റ്റായിട്ട് വരണം. രാഷ്ട്രീയം മോശമാകുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥരും എല്ലാവരും പേടിയില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്വാധീനിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് ഈ അഴിമതിക്കിട വരുന്നത്. രാഷ്ട്രീയം വളരെ സംശുദ്ധമാവുകയും ശക്തമായ നിലപാടെടുക്കുകയും അഴിമതിക്ക് കൂട്ടു നിൽക്കാതിരിക്കുകയും കർശന നടപടിയെടുക്കുകയും ചെയ്യുന്ന സംവിധാനം കൂടി ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മേളി മുതൽ താഴെ വരെ ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അവിടെ വരും. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാനാണ് അടുത്തത്. ഇന്ന് ഞാനൊക്കെ ടീനേജ് കാലത്തെ കുട്ടികളാണ്. അപ്പൊ നമുക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആത്മഹത്യയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് മേഡത്തിന്റെ ഒരു കാഴ്ചപ്പാട് പറയും. എൻ്റെ പൊന്നു മോളെ, ഒരു കാര്യം വന്ന് ഒരു പ്രതിസന്ധി വന്നാൽ ആത്മഹത്യയെ പറ്റി അല്ല ചിന്തിക്കേണ്ടത്. പെട്ടെന്ന് ഓർത്തോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ബാക്കി കൂട്ടുകാർക്കൂടെ. ഈ ആത്മഹത്യ എന്തിനെങ്കിലും ഒരു പരിഹാരമാണോ? ഒരു പ്രതിസന്ധി വന്നാൽ, അതാണ് ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴും പറഞ്ഞത്, എല്ലാവരെയും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ മോളിപ്പോൾ ഇത്ര നല്ല ഫ്രീ ആയിട്ട് അച്ഛനും അമ്മയും വളർത്തുന്നതുകൊണ്ട് വളരെ നല്ല ബോൾഡായി വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണം. എന്നിട്ട് ആത്മഹത്യ അല്ല, ഇതിനെ അതിജീവിക്കുകയാണ്. ആത്മഹത്യ ചെയ്തങ്ങ് കഴിയുമല്ലേ, ഇതിനെ അതിജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയണം. അതിനൊരു മൈൻഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ വന്ന് കരഞ്ഞോണ്ട് കയറി വന്ന ഒരാളെ ചിരിച്ചോണ്ട് ഇറക്കി വിട്ട് എൻ്റെ ജൂനിയേഴ്സ് പറയുകയും ചെയ്തു. അവർക്ക് ഭയങ്കര സന്തോഷം. അത്രയ്ക്ക് കരഞ്ഞു. അവിടെ മരിച്ചുപോയ ശ്രീകുമാറില്ലേ, ശ്രീകുമാറിൻ്റെ ഭാര്യ, ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു വിട്ടപ്പോൾ ഇതാ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഓരോരുത്തർക്കും, ഈ സമൂഹത്തിന് എല്ലാ ഉത്തരവാദിത്വം, എനിക്കുണ്ട് ഉത്തരവാദിത്വം, നിങ്ങൾക്കൊക്കെ ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ആ ഒരു മൈൻഡ് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ ആത്മഹത്യയൊന്നും ഒരു പരിഹാരമല്ല. നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് നിലയിലെത്താൻ പറ്റും? പണമില്ലെന്ന് വെച്ച് ഒരാൾക്ക് പഠിക്കാൻ പറ്റാതെ വരത്തില്ല. നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ട് നമ്മളെ സഹായിക്കാൻ. ഇത് ഞാൻ എല്ലാവരോടും പറയുന്നു. നമ്മൾ മരിക്കുക എന്നുള്ള ഒരു രക്ഷയില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരുന്നാൽ നമ്മൾ അവരോട് പറയണം നമുക്ക് ഒരുപാട് രക്ഷയുണ്ടെന്ന്. ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഒരു 10,000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക. ഒന്ന് അനുഭവിച്ചു നോക്കിക്കോ. ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മോൾ ഇതൊക്കെ പഠിക്കുന്നു. നിങ്ങള് കുട്ടികള് ഒരു കൗൺസിലിംഗ് നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ പറഞ്ഞു തന്നോണ്ടല്ലേ നമുക്കതുള്ളത്. അതുപോലെയാണ് ചില വീടുകളിലൊന്നും അതിന് സമയം കാണത്തില്ല. ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ IT മേഖലയിലുള്ളവർ ശ്രദ്ധിക്കുക പോലും ഇല്ല, ജോലിക്കാരികളായിരിക്കും നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫ്രണ്ട്സിന് ഒരു വലിയ റോളുണ്ട്. സ്കൂള് ടീച്ചേഴ്സിനുണ്ട്. ടീച്ചേഴ്സ് എത്ര പേര് മുമ്പേ പറഞ്ഞു ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്ന്. ടീച്ചേഴ്സാണ് ഇന്നും പറഞ്ഞിട്ട് വരുവാ ഞാന്. ടീച്ചേഴ്സിന് നന്നായി ശ്രദ്ധിക്കും. അതെ, തീർച്ചയായിട്ടും വേണം. എന്തുകൊണ്ടായിക്കൂടെ? ഇതൊക്കെ ഒന്ന് കണ്ടുകൂടാത്ത കാര്യമാണ്. വളരെ തുച്ഛമാണ്. അങ്ങനെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കൂടുതലുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തില് അതിലൊന്നും അവബോധരല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ. അപ്പൊ അതൊക്കെ സ്കൂളുകൾ വേണ്ടത്. സെക്സ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് പോലും ഇന്നത്തെ ഇപ്പൊ അപ്ഡേറ്റഡ് അല്ല. അപ്പൊ സാമൂഹികപരമായിട്ടൊന്നും കുട്ടികൾ അപ്ഡേറ്റഡ് ആകുന്നില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടും നമ്മളെ സ്കൂളിൽ അത്തരത്തിലൊന്നും ഇല്ല, അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും സ്കൂളിൽ തന്നെ വരേണ്ടതാണ്. അത് ഇടയ്ക്കൊരു തീരുമാനമൊക്കെ വന്നായിരുന്നു, പക്ഷെ അതിപ്പോ അങ്ങ് ഇല്ലേ എന്തോ. ചില സ്കൂളുകളിൽ പക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ അതെ, 7ലും 8ലും പഠിക്കുന്ന കുട്ടികൾ പ്രഗ്നന്റ് ആവുക എന്താ സംഭവം എന്ന് അവർക്കറിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ബയോളജിക്കലായിട്ടുള്ള കാര്യമാണ്. ചെറിയ കുറച്ചൊന്നും ഇതാവുമ്പോൾ മുതൽ ഇതൊന്നും വേറെ കാര്യമല്ലെന്നുള്ള
ആ ചിത്രങ്ങൾ സഹിതമൊക്കെ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ കാര്യം പറ്റുമെന്നുള്ള അറിയാതെ പഠിച്ച് വരണം. അങ്ങനെ വന്നാൽ ഇത് കുറേ നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും. ഒരു അവയർനെസ് വേണം എല്ലാവർക്കും. ഇതൊക്കെ ഇതൊക്കെ പ്രകൃതിയിലുള്ള കാര്യങ്ങളല്ലേ, എന്തോ വേണ്ടാത്ത കാര്യമാണെന്നുള്ള പണ്ട് മുതലുള്ളൊരു മാമൂല്. അതെ, അതാണ് അവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നല്ലപോലെ കുറച്ചൊക്കെ ആകുമ്പോഴേ ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് മനസ്സിലാക്കണം. എന്തോ ഒരു അബദ്ധമാണെന്നുള്ള പോലെ, വേണ്ടാത്ത കാര്യം എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇതിനെ പറ്റിയൊക്കെ ഒരു നല്ല ബോധം ഉണ്ടെങ്കിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കും. എന്താ നിർബന്ധിതമായ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷനെ പറ്റി, ലീഗൽ എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ ഹൈസ്കൂൾ ലെവൽ തൊട്ട് +2 വരെ നിർബന്ധിതമാക്കാതെ എന്തുകൊണ്ടാണ്? അത് അവര് തന്നെ പ്ലാൻ ചെയ്യണ്ടേ, അതിന് ബന്ധപ്പെട്ടവരിരുന്ന് ആലോചിക്കണ്ടേ. ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നന്നായി മനസ്സിലാക്കി അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിന് നല്ല ഫോർമുല ഉണ്ടാക്കാം, എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. അത് ചെയ്യാതെ വരുന്നതാണ്, ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. മാം, വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ കുട്ടികള് പഠനം എബ്രോഡിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ജോലി നേടാനായിട്ട് ഒരു കുട്ടിയും ഒരു യുവജനവും എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇതേപോലെ ഇവിടെ ചെയ്യാൻ അറയ്ക്കുന്ന ജോലികൾ അങ്ങ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന പാർട്ട് ടൈം എന്ന രീതിയിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാമിന്റെ ഒരു അഭിപ്രായം എന്താണ്? അത് വളരെ ശരിയാണ്. പക്ഷെ ഇപ്പൊ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈയിടെയൊക്കെ ഞാൻ വായിച്ചിരുന്നു അത്. അപ്പൊ പഠിത്തത്തോടൊപ്പം തൊഴിൽ ചെയ്ത് നമ്മൾ നല്ല കരകൗശല വസ്തുക്കള്, അതുപോലെ പെയിന്റിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഇൻകം ഉണ്ടാക്കി ഫീസ് കൊടുക്കാൻ കുറേശ്ശെ വരുന്നുണ്ട്. ഇതിനേക്കാൾ ഫാസ്റ്റ് ആക്കി എനിക്കറിയാം. ഞാനൊരിക്കൽ പോയപ്പോൾ പറയാം, MBBS പഠിക്കുന്ന ഒരു കുട്ടി ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ സംസാരം MBBS പഠിക്കുക, ഇന്ത്യയിലുള്ള ആളാ, അവിടെ പോയി ഹോട്ടലിൽ ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തരുക. അപ്പം അത് ഇൻകം ഉണ്ടാക്കുക. എന്ത് നാണക്കേടാ, ഒരു നാണക്കേടുമില്ല. അത് ഈ നമ്മുടെ വിദ്യാഭിമാനമൊക്കെ മാറ്റാൻ കേരള ജനത പഠിക്കണം. അതെ, ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിച്ച് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ പോരാ, നല്ല വ്യാപകമായിട്ടുള്ള അവയർനെസ്സും മനുഷ്യന്റെ ഇടയിലേക്ക് കൊടുക്കണം. ഇതിന്റെ ഗുണം ജോലി ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കണം. ഇപ്പോഴേ പഠിക്കും. ഇപ്പൊ വർക്ക് ചെയ്ത് അച്ഛനെയും അമ്മയും അധികം ആശ്രയിക്കാതെ പഠിച്ച് വരുമ്പോൾ ട്യൂഷൻ എടുത്ത് പഠിക്കുന്ന ഫീസ് അടയ്ക്കുന്ന പിള്ളേരെ എനിക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വലുതാകുമ്പം വേറെ അഴിമതിപ്പണം ഉണ്ടാക്കാനായിട്ട് നിൽക്കൂല, ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. സ്വന്തം ഇൻകം ഉണ്ടാക്കാൻ ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കാവുന്ന, അതൊക്കെ സിലബസ് വേണ്ടാണ്. ചെറിയ മാറ്റം വന്നു, ഇനിയും കൂടുതൽ ഫാസ്റ്റായിട്ട് വരണം.